എടാ 300 സലാത്ത് ചെല്ലുന്നവനെ സലാത്ത് ചെല്ലുന്നവൻ എന്ന് പറയാവുള്ളൂ എന്നാണ് സൂഫിയാക്കൾ. സലാത്ത് ചെല്ലുന്ന വലിയ വലിയ മഹാന്മാര് പറയുന്നത്, ഒരാളെ നമ്മൾ പറയൂല അയാൾ സലാത്ത് ചെല്ലുന്ന ആളാ എന്ന് പറയണമെങ്കിൽ എത്ര സലാത്തെങ്കിലും ചെല്ലണം, അയാൾ 300 എണ്ണമെങ്കിലും ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എത്ര എണ്ണം ചെല്ലുന്നുണ്ട്? 10 എണ്ണം ചെല്ലുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ തന്നെ പോകില്ല. കാരണം ആ പള്ളിയും 10 സലാത്തുണ്ട്, സമയം ഒരുപാട് പോകും. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൗമ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 10 എണ്ണം തികച്ച് ചെല്ലത്തുമില്ല. 3 എണ്ണം പോലും സലാത്ത് തികയ്ക്കൂല. മടിയാണ്, നമുക്ക് അലസതയാണ്. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നാളെ നമ്മുടെ കൈക്ക് പിടിക്കണ്ടേ? ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹലനാ ഇല്ലാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. അല്ലാഹുവേ, പ്രവാചകരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണേ അല്ലാ. ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ലോകത്ത് ആദ്യമായി സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ച് അതേപോലെ വെച്ച് ശസ്ത്രക്രിയ വിജയിച്ചത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സംഭവം നടന്നത്. അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മൊറേ എന്ന വ്യക്തിയാണ് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ച് കൃത്യമായി വെച്ച് വിജയിച്ചു. 1954 സംഭവം നടക്കുന്നത്. അതിനുശേഷം 11 വർഷമെടുത്തു. കൃത്യം 11 കൊല്ലം 65 ഇന്ത്യയിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന മുംബൈയിലെ എഡ്വേർഡ് മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ ഇതേ നിലയ്ക്കുള്ള ശസ്ത്രക്രിയ നടന്നു. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ചു വെച്ച് വളരെ വിജയകരമായി ശസ്ത്രക്രിയ വിജയിച്ചു. ലോകത്താദ്യമായി നടന്ന സംഭവം, വലിയ സംഭവമായി വാർത്തയായി മീഡിയകൾ ചർച്ചയായി. എന്നാൽ ആ സംഭവങ്ങൾക്ക് 1322 വർഷം മുമ്പ്, 965 ഈ സംഭവം നടക്കുന്നതിന് 1322 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ പ്രാവശ്യം ഈ രീതിയിലുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അവയവം പുറത്തു വന്നത് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിക്കണം നമ്മൾ, ഈ ഉമ്മത്ത് അറിയണം ആരാണ് പ്രവാചകരെന്ന് അറിയണം. സാദാസീത വ്യക്തിയാണെന്ന് വാദോരാതെ കവലകളിരുന്ന് പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവൂല, എത്രയും തലേ കയറൂല. ബഹുമാനപ്പെട്ടതായ ഖതാദ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഖതാദ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇരച്ചു കയറിയതാകുന്ന സഹാബി വര്യൻ പരിശുദ്ധമാകുന്ന രണാങ്കണത്തിൽ അതിശക്തിയുക്തം നിലയുറപ്പിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ഒരു ശത്രു കാഫിറായ ഒരു മനുഷ്യൻ അമ്പയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണിലേക്ക് പതിക്കുകയാണ്. നഊദു ബില്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ കണ്ണ് ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. കണ്ണിൽ വന്നുകൊണ്ട് അമ്പ് തെറിച്ചു. ബഹുമാനപ്പെട്ടവർ ആ അമ്പ് പുറത്തേക്കെടുത്തു. അതിശക്തമായ നിലയിൽ പുറത്തേക്ക് രക്തം നിർഗളിക്കുകയാണ്. കണ്ണ് പൊത്തിപ്പിടിക്കുന്നു. ബഹുമാനപ്പെട്ടവർ നിലത്ത് വീണ് കിടന്നതാകുന്ന കണ്ണ് വാരിയെടുത്തുകൊണ്ട് ഓടുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി ഹബീബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഖതാദ റളിയല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ കണ്ണ് യഥാസ്ഥാനത്ത് തിരിച്ചു നൽകിയാലും ഹബീബേ, വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച തികഞ്ഞിട്ടില്ല, പുതുമാരനാണ് ഞാൻ. വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കണ്ണിൽ ചുംബനം നൽകിയിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിമീങ്ങളുടെ വിളിയാളമുണ്ടായപ്പോ
എന്റെ ഭാര്യ ആശീർവദിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഒറ്റക്കണ്ണനായി പൊട്ടക്കണ്ണനായി പോകണ്ടേ? അതെനിക്ക് കുറച്ചിലാണ് ഹബീബേ. ഇസ്ലാമിന്റെ ധർമ്മസമരത്തിന് വന്നിട്ട് പടയാളിയായി ഞാൻ പടക്കോപ്പുകളണിഞ്ഞ് ധർമ്മസമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോ ഒരു കണ്ണില്ലാതെ ഒറ്റ കണ്ണായി പോകുന്ന അവസ്ഥ എനിക്ക് വേണ്ട ഹബീബേ. എനിക്ക് എന്റെ കണ്ണ് തിരിച്ചു നൽകിയാലും ഹബീബായ നബി തങ്ങളെ കണ്ണ് വാങ്ങുകയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ആ കണ്ണിന്റെ യഥാസ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തിട്ട് മുഖത്തൊരടിയടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ വാക്ക് മാത്രമാണ് ഉച്ചരിക്കുന്നത്, ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. കരുണാമയനും ദയാലുവാകുന്ന പടച്ച റബ്ബിന്റെ നാമത്തിൽ. ഇതാ മുഹമ്മദ് ചെയ്യുന്ന പ്രവർത്തനമാ അമാനുഷികമാകുന്ന കഴിവല്ലയോ? ഹബീബായ നബി തങ്ങളുടെ അമാനുഷികമായ കഴിവല്ലയോ? 1954 ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവം എടുത്തിട്ട് വലിയ സംഭവമായി ചരിത്രം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് എങ്കിൽ ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മുറയാണ് ലോകത്താദ്യമായി ശരീരത്തിന്റെ അവയവം പുറത്തെടുത്തിട്ട് തിരിച്ചു വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ വിജയിച്ചത്. 65 ഇന്ത്യയിൽ അത് സംഭവം നടന്നു. അതിനേക്കാൾ 1322 വർഷം മുമ്പ് എന്റെ ഹബീബ് നേരിട്ട് കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണ് യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ചില്ലേ? ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഈ വ്യക്തിയുടെ പേരാണ് മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വല്ലജമീ. ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യർക്കും നിയോഗിക്കപ്പെട്ട കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരെ കുറിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. അറിവില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കടക്കണം, എങ്ങനെ ഓടണം, എങ്ങനെ ചാടണം, എങ്ങനെ കുടുംബ ജീവിതം നയിക്കണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിനോട് ഏ രീതിയിൽ വർത്തിക്കണം, മക്കളെ എങ്ങനെ പോറ്റണം, കുടുംബത്തെ എങ്ങനെ പോറ്റണം, മാതാപിതാക്കളെ എങ്ങനെ പോറ്റണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, സമുദായത്തോട് എങ്ങനെ പെരുമാറണം, ലോകത്തോട് ഏ രീതിയിൽ വർത്തിക്കണം, എങ്ങനെ ഒരു ഖതീബാകണം, എങ്ങനെ ഒരു മുത്തഅല്ലിമാകണം, എങ്ങനെ ഒരു കുടുംബക്കാരനാകണം എന്നീ നിലയിലെന്ന് വേണ്ട രാഷ്ട്രീയ പ്രമുഖർക്ക് വരെ വലിയ നേതൃത്വം നൽകി സമുദായത്തെ സംരക്ഷിച്ച വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൈക്കൽ എച്ച് ഹാർട്ടിനോട് ചോദിക്കപ്പെട്ടു, എന്തേ നിങ്ങൾ മുഹമ്മദിനെ ഒന്നാമതായി എണ്ണി ലോകത്തെ ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള അത്യുത്കൃഷ്ട വ്യക്തികളെ എണ്ണിയ ഘട്ടത്തിൽ ദ 100 എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമതായി മുഹമ്മദിനെ എന്തുകൊണ്ട് എഴുതി? എന്തുകൊണ്ട് ജീസസിനെ ക്രിസ്തുവിനെ മൂന്നാമത് എഴുതി? അപ്പോഴല്ലേ അദ്ദേഹം പറഞ്ഞത്, ജീസസ് വിവാഹം കഴിച്ചിട്ടില്ല, യേശു വിവാഹം കഴിച്ചിട്ടില്ല, കുടുംബജീവിതം എങ്ങനെ കഴിക്കണമെന്നുള്ളത് വലിയതാകുന്ന ഒരു പാഠം അത് മുഹമ്മദിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠമാണ്. അത് ഞങ്ങളതാ ഉൾക്കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ മുഹമ്മദിനോളം കുടുംബജീവിതത്തിൽ മകുടോദാഹരണം കാണിച്ചതാകുന്ന ഒരു വ്യക്തി ലോകത്ത് ഒരാളുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുത്തത്? ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിക്ക് നൽകിയത്. വിവാഹം കഴിച്ചിട്ടില്ല യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുടുംബജീവിതം എങ്ങനെ കഴിക്കണം എന്നുള്ള നിലയ്ക്കുള്ള പാഠമൊന്നും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ലോകർക്ക്. അങ്ങനെ കുടുംബജീവിതം നയിച്ച് അത് നിസാരമല്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മുഴുവനും താങ്ങായി തണലായി വർത്തിച്ച് കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തി മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയായി ജീവിച്ച വ്യക്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനം മരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ കുടുംബജീവിതത്തിന്റെ മകുടോദാഹരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നാണ് മുത്തുനബി വഫാത്താകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഈ നിലയിലുണ്ടോ? പറയും. പ്രവാചകർക്ക് വേണമെങ്കിൽ പരിശുദ്ധ മിമ്പറിൽ തലവെച്ച് കിടന്നുകൊണ്ട് വഫാത്താകാം, മദീന പള്ളിയുടെ അകത്തലത്തിൽ തലവെച്ച് വഫാത്താകാം. പക്ഷേ സ്വന്തം ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നു. എന്താണ് അതിന്റെ അർത്ഥം? മരിക്കുന്നത് വരെ കുടുംബത്തോടൊപ്പം നിലകൊണ്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം. നമ്മളോ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ കെട്ടില കിടക്കുന്നു.
വേറെ കട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞ്, തേക്കിന്റെ കട്ടിലെ ഉസ്താദെ വേണേ ഒന്ന് കടന്നു പോയിക്കും, അപ്പുറത്ത് ഇട്ടേക്ക്. 1 മാസം കഴിയുമ്പോഴത്തേക്കും ഭാര്യ വേറെ റൂമി, ഭർത്താവ് വേറെ റൂമി. ആണോ അല്ലയോ? ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ അവസ്ഥയാണ്. 10 കൊല്ലം തികയണ്ട, ഭർത്താവിന് ആ റൂമിലേക്കേ കയറുന്നില്ല, വേറെ റൂമിൽ AC പിടിപ്പിച്ച് അപ്പുറത്ത് പോയി കിടക്കുകയാണ്. റാഹത്ത്, അങ്ങോട്ട് പോവേ വേണ്ട. ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മക്കൾ 2-3 ആയിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പ അനിയന്റെ വീട്ടിൽ, ഉമ്മ എവിടെയാണ്? ജ്യേഷ്ഠന്റെ വീട്ടിൽ. മാറി മാറി കളിക്കുക. ആരാ ഇതൊക്കെ പഠിപ്പിച്ച്? നമ്മൾ കൊണ്ടുവന്ന പരിപാടികളാണ്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കഴിയട്ടെ. 63 വയസ്സിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിക്കുകയാണ്. മരിക്കുന്ന സമയത്തും ആയിഷ ബി പറയുന്നു, എന്റെ നെഞ്ചിന്റെയും എന്റെ തുടയുടെയും ഇടയിൽ എന്റേതാകുന്ന മടിത്തട്ടിൽ തലവെച്ചിട്ടാണ് പ്രവാചകർ വഫാത്തായത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിനെ. എവിടെ കിടക്കണം, എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം. അതുകൊണ്ടാണ് ആ ഭർത്താവിനെ കബറടക്കിയിട്ട് ഭാര്യയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, കൈഫ കാന ഖുലുഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഭാവ മഹിമയെ കുറിച്ച് ഒന്ന് പറയുമോ ഉമ്മ? ഒന്ന് പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക്. അപ്പൊ അവര് പറയാണെന്ത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, എന്റെ ഹബീബിന്റേതാകുന്ന സ്വഭാവം ഒറ്റ വാക്കും കൊണ്ട് ഞാൻ പറയുകയാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനാണ്. ഖുർആൻ എന്തു പറഞ്ഞോ അതേ രീതിയിൽ ജീവിച്ചു, അതേ രീതിയിൽ വഫാത്തായി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ രീതിയിലുള്ള ജീവിതം നയിക്കണം. അപ്പോഴാണ് ജീവിതം സംശുദ്ധമാകുക. കുടുംബജീവിതം വളരെ സന്തോഷകരമാകും, റാഹത്താകും. പരസ്പര സ്നേഹം പങ്കിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരസ്പരം അറിഞ്ഞ് ഭർത്താവിനെ ഇടങ്ങേറാക്കാതെ അദ്ദേഹത്തിന്റെ ചെലവുകൾ ഒക്കെ മനസ്സിലാക്കി, വരവും ചെലവൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാര്യമാര് പെരുമാറി. കാണുന്ന എല്ലാ സൽക്കാരത്തിനും പുതിയത് വേണം. ഒച്ചപ്പാടും ബഹളവും, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും വഴക്കും അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കണം. അപ്പോഴേ ജീവിതത്തിൽ റാഹത്തുണ്ടാവുള്ളൂ. പ്രവാസികളാകുന്ന ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് വരാനും അപ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഭാര്യയുടെ ഇടപെടലിലൂടെയാണ്, കുടുംബത്തിന്റെ ഇടപെടലിലൂടെയാണ്. നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് വീട്ടിലേക്ക് വൈകിട്ട് പോകണമെന്നുള്ള ചിന്ത വരുന്നത് തന്റെ മക്കളോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും അനുരാഗവും കൂടുമ്പോഴാണ്. അവിടെ പ്രശ്നങ്ങളാണെങ്കിൽ പോകാൻ പഠിക്കും, 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പോവുള്ളൂ. അത് പിന്നീട് വൈകിയിരിക്കുന്നതാകുന്ന വ്യക്തിയെ കണ്ടിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി ബാറിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ ചെലവഴിക്കും. പിന്നെ ടെൻഷൻ അവിടെ തീരുമെന്ന് പറയാൻ കൂട്ടുകാരൻ. അങ്ങനെ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച് ലഹരിക്കടിമപ്പെടുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ മാതാപിതാക്കൾ, ഇന്നത്തെ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും പോയില്ലേ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് സുഖവും രസാനുഭൂതികളും ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. സന്തോഷകരമാകുന്ന ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിന് പ്രവാചകരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. പ്രവാചകരുടെ സംശുദ്ധമായ ജീവിതം അത് പഠിക്കണം സഹോദരങ്ങളെ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം വെച്ചതിനെ നാം പ്രിയം വെക്കണം. തയ്യൽക്കാരനാകുന്ന ഒരു സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിച്ചു. ഹദീസിലുള്ള സംഭവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സൽക്കാരത്തിൽ ഞാൻ പ്രവാചകരെ നിരീക്ഷിച്ചു. നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസത്തെക്കാൾ കൂടുതൽ ഇഷ്ടം വെക്കുന്നതും കൂടുതൽ കഴിക്കുന്നതും കണ്ടത് ചുരങ്ങയാണ്. ചുരങ്ങാന്നല്ല നമ്മളിവിടെ പറയാം. തെക്ക് ഭാഗത്ത് ചുരക്കാന്നാണ് പറയാം. ചുരങ്ങ അല്ലേ, ആ നീണ്ടിട്ടുള്ള പച്ചക്കറി. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൂടുതലായി കഴിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അല്പം സ്വല്പം വെറുപ്പുള്ള ഒരു ഭക്ഷണമായിരുന്നു ഈ ചുരങ്ങ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ നബി ഇഷ്ടം വെച്ചത് കണ്ടപ്പോൾ ഞാനതിനെ പ്രിയം വെച്ചു. പിന്നീട് ഞാൻ എപ്പോൾ പച്ചക്കറി വാങ്ങിയാലും കടയിൽ നിന്ന് വാങ്ങുമ്പോഴും എന്തുകൂടി ഉൾപ്പെടുത്തും? ചുരങ്ങ കൂടി വാങ്ങും, ബറക്കത്തിന് അതുകൂടി കറിയിലിട്ട് കഴിക്കും. അതിലൊരു ഖൈറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആര് പറഞ്ഞു? സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം നാളെ മുതൽ ഉസ്താമാർ അടിപ്പാത്രത്തിൽ ചുരങ്ങ കൊണ്ട് കറിയായിരിക്കും. ആദ്യത്തെ താൾ തുറക്കുമ്പോൾ ചുരങ്ങയുടെ അച്ചാർ, രണ്ടാമത്തെ ചുരങ്ങയുടെ തോരൻ, മൂന്നാമത്തെ ചുരങ്ങയുടെ ചാറ്, നാലാമത്തേന് നമ്മുടെ നമ്പരെടുത്ത് വിളിക്കും, ഹയവാ മുസ്ലിം വൈക്ക് വരരുത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ചുരങ്ങയ്ക്കകത്ത് എന്തും ഉണ്ടായിരുന്നു നബിയുടെ കറിയിൽ? ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
നമ്മൾ സാധാരണ ഇറച്ചിക്കറി വെക്കുമ്പോൾ എന്തിടും ഹക്കീം സാഹിബേ? കിഴങ്ങിടും. കിഴങ്ങ് ഇടത്തില്ലേ? ഉരുളക്കിഴങ്ങ്. അതെങ്ങനെ ഇടുക? പഴയ കാലത്ത് എങ്ങനെ ഇടുന്നു? 2 കിലോ ആട്ടിറച്ചിക്ക് 8 കിലോ കിഴങ്ങ്, അങ്ങനെ കണക്ക്. അങ്ങനെയല്ലായിരുന്നു? അങ്ങനെ ഒരു കാലമുണ്ട്. കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണത്. കറിക്ക് നല്ല സ്വാദിഷ്ടമാക്കാൻ വേണ്ടി ഒരു കൊഴുപ്പുണ്ടാവും. അതിന് നല്ലൊരു സാധനമാണ് ഈ സംഭവം, ചുരങ്ങ. നാളെ മുതൽ ഒന്ന് ഇറച്ചിക്കറിയിലൊന്ന് ഇട്ട് നോക്ക്, ഒന്ന് പരിശോധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ? ഒന്ന് നാളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഈ പറഞ്ഞത് വാതിന് തുടക്കം മുതൽ അവസാനം പറഞ്ഞത് ഒന്നും ചെയ്തില്ലേലും നാളെ ചുരങ്ങ നിങ്ങൾ വാങ്ങി കറി വെക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിനാണ് ഞാനത് പറഞ്ഞത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മറ്റേത് സലാത്ത് 300 ഇതിലാണ്. പോകുന്ന വഴിക്ക് തന്നെ ചുരങ്ങയുടെ കട കുത്തി തുറന്നിട്ട് 2 ചുരങ്ങയും വാങ്ങിച്ചുകൊണ്ട് ഇന്ന് തന്നെ പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയെങ്കിലും ഒരു സുന്നത്ത് ഹയാത്താക്കുമല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم والغموم فرد همومنا وغمومنا يا الله. ويا حي يا قيوم برحمتك نستغيث. اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من درجة النبيون تحت روائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും പൊറുക്കണേ നാഥാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നീയത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. സർവ്വനീയത്തുകൾ സാധൂകരിക്കണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, മൈഗ്രീൻ അസുഖമുള്ളവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിൽ പ്രഷറുള്ളവരുണ്ട്, ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, വെരിക്കോസ് വെയിനുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്. അല്ലാഹുവേ പരിപൂർണമായ സലാമത്ത് നൽകണേ അല്ലാ. പ്രായാധിക്യമാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. മാറാവ്യാധികളിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അനുയോജ്യരാകുന്ന ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിദീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. തമ്മാടികളെ റോഡുകളുമായ മോശപ്പെട്ട മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. സലാത്തുകൾ അധികരിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളോടുള്ള ഇഷ്കും അനുരാഗവും വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കളാക്കണേ അല്ലാ. ആദരവായ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലിമൂ ഔലാദക്കും സലാസ
സലാസത ഖിസാൽ. സഹാബ, മൂന്ന് കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തണേ, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണേ. ആദരവായ പ്രവാചകൻ അതിൽ ഒന്നാമതായി എണ്ണിയത് ഹുബ്ബ നബിയക്കും, പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. മക്കളുടെ ഹൃദയത്തിൽ പ്രവാചകരോടുള്ള മഹബ്ബത്ത് അടയാളപ്പെടുത്തണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി പ്രവാചകൻ അരുളുകയാണ് വഹുബ്ബ അഹ്ലി ബൈതിഹി, ആ പ്രവാചകരുടെ കുടുംബത്തോടുള്ള മഹബ്ബത്താ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാ. അല്ലാഹു ഇത് മൂന്നും മക്കൾക്ക് അടയാളപ്പെടുത്തിയ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിലൂടെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ദുഷിച്ച കൂട്ടുകെട്ടിൽ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ലാ. സുബുൽ സലാം മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മതവിജ്ഞാന വേദിയാണ്. അല്ലാഹുവേ, സർവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരെല്ലാം ഇതിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ വെച്ചവരുണ്ടോ, സർവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളോടുള്ള ഇഷ്കിനാൽ, അവിടത്തോടുള്ളതാകുന്ന അനുരാഗത്താൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മതവിജ്ഞാന വേദിയാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ നാഥാ. വിഷമങ്ങള് സങ്കടങ്ങൾ തീർക്കണേ അല്ലാഹ്, ദുഃഖങ്ങൾ തീർക്കണേ അല്ലാഹ്. റാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ഐശ്വര്യ സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്, സർവ്വ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, പ്രവിശാലമാക്കപ്പെട്ട മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ വിനീതന്റെ ഉമ്മയടക്കം റൂഹേ ബയാൻ കുടുംബത്തിൽ മുടങ്ങാതെ സുബൈക്ക് ശേഷം വിനീതനോടൊപ്പം പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാർ ഉമ്മമാരുള്ള മണ്ണാണ്. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയ സർവരുടെയും ദറജ ഉയർത്തണേ നാഥാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ അല്ലാഹ്. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സർവോപരി നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നൂറു കി ജൽവാ, നൂറു കി ജൽകാ, നൂറു കി മഹഫിൽ ജാ മദീന തുജേ സലാം. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെല്ലിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ, അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ലോകത്താകമാനം കാരുണ്യം വെറിവിതറിയ ഹബീബേ, അവിടുത്തേക്ക് പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് ഹുബ്ബേ ഖദറായിന്റെ ചുവട്ടിൽ ചുംബനം വച്ചുറങ്ങുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് ഈ സലാത്ത് സലാമിനെ എത്തിക്കണേ അല്ലാഹ്. ആരെയാണ് ചെറുപ്പക്കാരാ നീ സ്നേഹിക്കേണ്ടത്? ആരെയാണ് പെങ്ങളെ നീ അനുരാഗം വെക്കേണ്ടത്? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ. പരിശുദ്ധ ഹുബ്ബേ ഖദറ
കബറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകരുടെ ചാരത്തേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിന് ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തമുള്ള മജ്ലിസായി ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. വഅലി സ്വഹബി സ്വലാത്തി منك دائمتي على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا. كلهم مرنا حتى عذابا تلباني ريح صابا وأطرب العساح ذي العيس بالنغم مولاي صل وسلم دائما أبدا. كلهم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا. سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم دائما أبدا. ليهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.